കളവ് പറയുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്ന് പഠിപ്പിച്ച നബി. രണ്ടുപേര് തമ്മിൽ പിണങ്ങി നിന്നാൽ, രണ്ടുപേര് തമ്മിൽ അകന്നു പോയാൽ അവരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയൽ അനുവദനീയമാണെന്ന് പഠിപ്പിച്ച നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പഠിപ്പിക്കാനുള്ള കാരണം എന്തെന്നറിയോ? പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യനും തമ്മിൽ ഉടക്കി കഴിയാൻ പാടില്ല, തമ്മിൽ ഭിന്നിക്കാൻ പാടില്ല. ഈ സമുദായത്തിന്റെ മക്കൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വർഗത്തിന്റെ വാതിലുകൾ അല്ലാഹു ആർക്കാ തുറന്നു കൊടുക്കുന്നതെന്നറിയോ? ആർക്കാണ് തുറന്നു കൊടുക്കുക? കളവ് പറയുന്നത് അനുവദനീയമായ സന്ദർഭങ്ങളിൽ ഒന്നാണ്. അഷ്റഫ് ഉസ്താദിനോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, താജുദ്ദീൻ ഉസ്താദ് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, നിങ്ങളെ വലിയ ബഹുമാനമാണ്, അതുകൊണ്ട് ഉസ്താദിന് നിങ്ങളോട് ഒരു പിണക്കവും ഇല്ല. അദ്ദേഹം മിണ്ടാനും ഇണങ്ങാനും ചേർന്ന് നിൽക്കാനും നിങ്ങളോട് ഇടപഴകാനും അത്യാഗ്രഹമുള്ള ആളാണ്. എന്നോട് പറഞ്ഞു ഉസ്താദ്, എനിക്ക് അഷ്റഫ് ഉസ്താദിനോട് മിണ്ടണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഉസ്താദ് പിണക്കം മാറ്റണം എന്ന് ഞാൻ അഷ്റഫ് ഉസ്താദിനോട് പറഞ്ഞെന്നിരിക്കട്ടെ. പാവം താജുദ്ദീൻ ഉസ്താദ് ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവൂല. നേരെ ഞാൻ താജുദ്ദീൻ ഉസ്താദിനെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വരുമ്പോ എന്നെ ഫോൺ ചെയ്തു, അഷ്റഫ് ഉസ്താദ് നിങ്ങളെങ്കിലും ഞങ്ങളെ തമ്മിൽ പിണക്കം ഒന്ന് മാറ്റിയിട്ട് പോണോന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ ചെറിയൊരു വിഷയത്തിൽ ഉടക്കി നിൽക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഒരു പിണക്കവും ഇല്ല, എനിക്ക് അദ്ദേഹത്തോട് സ്നേഹം ബഹുമാനം ആദരവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അഷ്റഫ് ഉസ്താദ് ഈ വിവരം അറിഞ്ഞിട്ടില്ല. ഞാനിത് പറഞ്ഞത് കള്ളമല്ലേ? ഒരു മോമിന് ചേർന്ന പണിയാണോ? അല്ല. പക്ഷേ ഈ പറഞ്ഞതിൽ എനിക്ക് പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാണ്? ഇതിനപ്പുറം വല്ലതും വേണോ? ഇന്ന് കള്ളം പറഞ്ഞ് തമ്മിൽ തെറ്റിക്കുക, ഇന്ന് കള്ളം പറഞ്ഞിട്ട് തമ്മിൽ തെറ്റിക്കുകയാണ്. പോരാ, നമ്മൾ അടിപ്പിക്കാനല്ല അടുപ്പിക്കാൻ ശ്രമിക്കണം. സ്വർഗത്തിന്റെ പാത അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലമ്പാതയോട് ഉപമിച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ കഷ്ടപ്പാട് ഒരുപാടുണ്ട്, നരകത്തിൽ പോകണമെങ്കിൽ ഒരു പ്രയാസവും ഇല്ല. നരകത്തിൽ പോകണമെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ പോയി കുറച്ച് കള്ളം വാങ്ങി കുടിച്ച് കുറച്ച് പലിശയ്ക്ക് പൈസയും കൊടുത്ത് ആളുകളെ പറ്റി ഫസാദും പറഞ്ഞ് കുറച്ച് നാട്ടിലെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അവന് നരകം ഉറപ്പായി. സ്വർഗം വേണമെങ്കിലോ അല്പ കഷ്ടപ്പാടാണ്. നരകം എപ്പോഴും സിമ്പിളാണ്. സ്വർഗോ മലമ്പാത എന്നാണ് അള്ളാഹു സ്വർഗത്തിന്റെ അമലുകളെ പറ്റി പരിചയപ്പെടുത്തിയത്. ഗിരിമാർഗം വലിയ പ്രയാസമല്ലേ വലിയ മലയിലേക്ക് ചവിട്ടിക്കേറാൻ? അള്ളാഹു തആല പറഞ്ഞു, നിനക്ക് കണ്ണ് തന്നത് എന്തിനാണ്? നിനക്ക് കാത് തന്നത് എന്തിനാണ്? നോക്കൂ നിങ്ങൾ, അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ 2 കണ്ണ് തന്നില്ലേ? നിനക്ക് ഞാൻ 2 ചുണ്ട് തന്നില്ലേ? നിനക്ക് ഞാൻ ഒരു നാവ് തന്നില്ലേ? അള്ളാഹ് ചോദിക്കുകയാണ്. ഇത് പ്രതീകമാണ്. ബാക്കി അവയവങ്ങളെ അല്ലാഹു തആല അതിന്റെ പ്രതിനിധികളായിട്ട് ഈ 3 അവയവങ്ങളെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. ചുണ്ടും നാക്കും കണ്ണും. അലം നജ്അൽ ലഹു ഐനൈൻ, നിനക്ക് ഞാൻ 2 കണ്ണ് തന്നില്ലേ? വലിസാനൻ, ഒരു നാവ് തന്നില്ലേ? വശഫത്തൈൻ, 2 ചുണ്ട് തന്നില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നറിയോ? ഖുർആൻ അങ്ങനെ പഠിക്കണം. ഖുർആൻ അങ്ങനെയാണ് പഠിക്കേണ്ടത്. അല്ലാഹു എന്തേ ഈ 3 അവയവങ്ങളെ മാത്രം പറഞ്ഞു? കണ്ണ്, ചുണ്ട്, നാവ്, അതായത് ഇത്രയും ഭാഗം ഉൾക്കൊള്ളുന്ന ഈ അവയവങ്ങളെ മാത്രമല്ല പറഞ്ഞു. കയ്യും കാലും വായും വയറും ഒന്നും അല്ല പറഞ്ഞില്ല. ഇതൊക്കെ അല്ല തന്നിട്ട് ആകെ പറഞ്ഞ എന്താ? നിങ്ങൾക്ക് ഞാൻ 2 കണ്ണ് തന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ 2 ചുണ്ട് തന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ ഒരു നാവ് തന്നില്ലേ? എന്താ അള്ളാഹു അങ്ങനെ പറയാനുള്ള കാരണമെന്നറിയോ? നിങ്ങൾ എന്റെ എവിടേക്കാ നോക്കുന്നേ? ഞാൻ നിങ്ങളെ എങ്ങോട്ടാ നോക്കുന്നേ? നമ്മളിപ്പോ ഒരാളെ കാണുകയാണെങ്കിൽ അയാളെ നമ്മൾ എവിടാ നോക്കുക? അയാൾക്ക് എത്ര കൊടവയറുണ്ട്, അയാൾക്ക് എത്ര കാലിന് എത്ര നീളമുണ്ട്, അയാൾക്ക് കൈക്ക് എത്ര മസിലുണ്ട്, ഇതൊന്നും ആരും നോക്കൂലല്ലോ. ആരും നോക്കൂല. ഒരാളെ ഫേസ് ചെയ്യുമ്പോൾ കൃത്യമായി നോക്കുന്നത് ഇത്രയും ഭാഗത്താണ്. കണ്ണും ചുണ്ടും ഉൾക്കൊള്ളുന്നത് ഇത്രയും ഭാഗത്താണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കിയാലേ നമ്മുടെ സംതൃപ്തി വരൂ നമുക്ക്. അല്ലാതെ ഒരാളെ കാണാൻ പോയി, കണ്ടോ? ആ കണ്ടു. എങ്ങനെ കണ്ടു? അയാളെ കാല് കണ്ടു, സംതൃപ്തിയായോ? ഇല്ല. അയാളെ തല കണ്ടു, തിരിഞ്ഞു നിൽക്കുന്ന മുതുക് കണ്ടു, കാര്യമില്ല.
മയ്യത്ത് കണ്ടോന്ന് ചോദിക്കുമ്പോൾ പറയും മയ്യത്ത് അപകടത്തിൽപ്പെട്ടതാ, പടച്ചോനെ ദാടി മാത്രം കാണിച്ചു, അല്ലെങ്കിൽ പറയുന്ന നെറ്റി മാത്രം കാണിച്ചു, പോയവർക്കൊരു സംതൃപ്തി ഇല്ല. മയ്യത്ത് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? കണ്ണും ചുണ്ടും ഒക്കെ നന്നായിട്ട് കാണുന്ന രീതിയിൽ ഇത്രയും ഭാഗം. അതുകൊണ്ടാണ് അല്ലാഹു തആല കുഴപ്പക്കാരായ നമ്മളോട് തന്നെ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുമ്പോ നോക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം ഇത്ര ഭാഗമാണ്. അല്ലാഹു ആ അവയവങ്ങളെ പ്രതീകമായി പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് 2 കണ്ണുകൾ, 2 നയനങ്ങൾ, ഒരു നാവും 2 ചുണ്ടും ഞാൻ നിങ്ങൾക്ക് തന്നില്ലയോ? എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഞാൻ 2 പാതകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലയോ? ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും, നീതിയുടെയും അനീതിയുടെയും, സത്യത്തിന്റെയും അസത്യത്തിന്റെയും, ഇരുളിന്റെയും വെളിച്ചത്തിന്റെയും 2 പാതകൾ ഞാൻ നിങ്ങൾക്ക് തന്നില്ലയോ? അല്ലാഹു ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാ, ഇതെല്ലാം ഞാൻ നൽകിയത് എന്തിനാണെന്നറിയോ? മസിൽ പവർ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആളുകളോട് പോരടിക്കാൻ വേണ്ടിയിട്ടല്ല, സമ്പത്തിന്റെ വീര്യം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നിന്റെ അധികാരത്തിന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് പാവങ്ങളെ തല്ലിച്ചതയ്ക്കാനല്ല, നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കാനല്ല. അല്ലാഹു എന്തിനാണ് കണ്ണും കാതും തന്നത്? എന്തിനാണ് നാക്കും മൂക്കും വായും വയറും കൈയും കാലും അല്ല തന്നത്? എന്റെ പ്രിയപ്പെട്ട കൊളത്തോപ്പുഴയിലെ ഉമ്മ, അല്ലാഹു തന്നത് സ്വർഗത്തിലേക്ക് നടക്കാനാ. ആ സ്വർഗത്തിന്റെ പാത രസകരമായ, എളുപ്പമുള്ള, സിമ്പിളായ നരകത്തിന്റെ പാത പോലെയല്ല. സ്വർഗത്തിന്റെ പാത മലമ്പാതയാണ്, ഗിരിമാർഗമാണ്, കാട്ടുപാതയാണ്. അല്ല പറയുന്നു, ഇതെല്ലാം ഞാൻ നൽകിയിട്ട് ഫലഖതഹമൽ അഖബ, ആ മലമ്പാത എന്ന സ്വർഗത്തിന്റെ പാത അവന് താണ്ടിക്കടന്നില്ല. ഏതാ സ്വർഗത്തിന്റെ പാത എന്നറിയോ? സ്വർഗത്തിന്റെ പാത പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല വില കൂടിയ ടിക്കറ്റ് എടുത്ത് ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് കയറിയിട്ട് മേപ്പോട്ട് പറന്നു പോകുന്നതല്ല സ്വർഗത്തിന്റെ പാത. സ്വർഗത്തിന്റെ പാത ഏതെങ്കിലും ഒരു വന്ദേ ഭാരതിൽ കയറിയിട്ട് യാത്ര ചെയ്താൽ എത്തുന്നതല്ല. സ്വർഗത്തിന്റെ പാത ഏതാണെന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെയാണ്. അല്ല പറയുകയാണ്, സ്വർഗത്തിന്റെ പാത എന്ന് പറയുന്നത് പാവപ്പെട്ടവര്, വിശക്കുന്നവര്, വിഷമിക്കുന്നവര്, പ്രയാസപ്പെടുന്നവര്, കഷ്ടപ്പെടുന്നവര്, തടവിൽ പിടിക്കപ്പെട്ടവര്, പ്രാരാബ്ധങ്ങളിൽ കഴിയുന്നവര്, അവരെ നിങ്ങളൊന്ന് സഹായിക്കുമോ? കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കുവോ? ദുരിതം അനുഭവിക്കുന്നവന്റെ ദുരിതമൊന്ന് മാറ്റിക്കൊടുക്കുമോ? സഹോദരങ്ങളെ, പട്ടിണിയുടെ നാളുകളിൽ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? ആര് പട്ടിണി കിടന്നാലും അവർക്ക് ഒരു പിടി അന്നം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്നിട്ട് അല്ലാഹു പറയുന്നു, തീരുന്നില്ല. ഇത് അല്ലാഹു തആല ആർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞതാ, അത് നമ്മുടെ വിഷയമല്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ പെങ്ങളെ? സുമ്മ കാന മിനല്ലദീന ആമനൂ, നിനക്ക് സ്വർഗം വേണമെങ്കിൽ സുമ്മ ആമന എന്നല്ല, സുമ്മ ആമന എന്നല്ല അല്ല പറഞ്ഞത്. അതിന് മുമ്പ് പറഞ്ഞ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, അടിമയെ മോചിപ്പിക്കലാണ്, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റലാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, പട്ടിണിയുടെ നാളുകളിൽ നീ അന്നദാനം നടത്തണമെന്നല്ല, നീ സംഘടിച്ച് ഭക്ഷണം കൊടുക്കണമെന്നല്ല, നീ കുറച്ച് ഭക്ഷണം ഊട്ടണം മറ്റുള്ളവരെ. പിന്നെ അല്ല പറഞ്ഞത് എന്താണ്? നീ പിന്നെ വിശ്വാസിയാകണമെന്നല്ല. കാരണം വിശ്വാസിയായ പോരാ. പിന്നെയോ അല്ല പറഞ്ഞത്, നീ വിശ്വാസികളുടെ സമാജത്തിൽ അംഗമാകണം, ചേർന്ന് നിൽക്കണം. ഭിന്നിക്കാൻ പാടില്ലെന്നാണ്, ഭിന്നിക്കാൻ പാടില്ലെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഭിന്നിക്കാൻ പാടില്ല. നിസ്സാര കാരണത്തിന്റെ പേരിൽ ഭിന്നിച്ച്
ഭിന്നിച്ച് ഈ സമുദായം അധപ്പതനത്തിന്റെ അധമഭാവത്തിലേക്ക് ആപതിച്ചു പോയി, പരാജയത്തിന്റെ അപജയത്തിന്റെ അങ്ങേ അറ്റമെത്തി ഈ സമുദായം കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന ഘട്ടമെത്തി അല്ലേ? നമ്മുടെ സ്വബോധം പോലും നഷ്ടപ്പെട്ടു പോകുന്ന നിലയിൽ സംഘടിച്ച് ആ സംഘടനയിൽപ്പെട്ട കുറെ ആള് ഈ സംഘടനയിൽപ്പെട്ടവര് അങ്ങനെ സംഘടന 100 കണ്ടപ്പോ ഇതിലൊന്നും പെടാത്ത ഒരു വിഭാഗം തീരുമാനിച്ചു, ഒരു സംഘടനയും ഇല്ലാത്ത നമുക്കൊന്നു കൂടിയാലോ, പ്രസിഡന്റ് നീ, സെക്രട്ടറി ഞാൻ, അവിടെ സംഘടനയായി. സംഘടനകളിൽ ഇല്ലാത്ത ആളുകളെ കണ്ടെത്തിയിട്ടൊരു സംഘടന ഉണ്ടാക്കി, അവിടെയും സംഘടന. എല്ലാവർക്കും പ്രസിഡന്റ് ആവണം, സെക്രട്ടറി ആവണം, മരണ വീട്ടിൽ പോയാൽ മയ്യത്താവണം, കല്യാണ വീട്ടിൽ പോയാൽ പുതിയാപ്പിളാകണം. ചിലരുടെ ആഗ്രഹം അങ്ങനെയാ. അത് നടക്കുവോ? നടക്കൂല. എന്തിനാണ്? ദീൻ മുറുകെ പിടിക്കണം, ഭിന്നിച്ച് നിൽക്കരുത്, ചേർന്ന് നിൽക്കണം. ഒരു കൈ കൊണ്ട്, ഒരു വിരൽ കൊണ്ട്. സഹോദരിമാരോട് ചോദിക്കട്ടെ, നിങ്ങളാണല്ലോ ഇതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണല്ലോ. ഈ പേൻ നോക്കുന്ന പരിപാടി, പേൻ കോതുന്ന പരിപാടി പെണ്ണുങ്ങൾക്കാണല്ലോ. ആണുങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പേൻ നോക്കുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ആണുങ്ങള് പേൻ ചീപ്പ് കൊണ്ട് കോതി? ഇതൊക്കെ അല്ലാഹു തആല കൊടുത്ത പെണ്ണുങ്ങൾക്കാണ്. അപ്പൊ പേൻ നോക്കുന്ന സ്വഭാവം, ഞാൻ ചോദിക്കട്ടെ, ഒരു വിരൽ വെച്ച് കുളത്തൂപ്പുഴയിൽ ഏതെങ്കിലും ഒരു പെണ്ണിന് ഒന്ന് പേൻ എടുത്തു തരാൻ പറ്റുമോ? ഒരു വിരൽ വെച്ചിട്ട്. ഏറ്റവും നല്ല അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് നമ്മുടെ ഈ മലയോര മേഖല. കാടും മേടും മനോഹരമായ വൃക്ഷങ്ങളും. ഒരു മരം മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുവോ? വരൂല. പല മരങ്ങൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് കാടാവുന്നത്. പല വിരലുകൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് പേൻ പോലും കൊല്ലാൻ പറ്റുന്നത്. ഒരു ഈർക്കിൽ കൊണ്ട് വീട്ടിൽ മുറ്റമടിക്കാൻ ഏതെങ്കിലും പെങ്ങൾക്ക് പറ്റുമോ? പറ്റൂല. പല ഈർക്കിലുകൾ ചേരുമ്പോഴാണ് ഒരു ചൂലായി മാറുന്നത്. എന്ന് പറഞ്ഞാൽ നിസ്സാരമായി മുറ്റമടിക്കുന്ന ശരീരത്തിലെ തലയിൽ നിന്ന് പേനും ഈരുമെടുത്ത് മാറ്റുന്നതിൽ, മനോഹരമായ പ്രപഞ്ചത്തിന്റെ കാനന ഭംഗി കണ്ട് ആസ്വദിക്കുന്നതിനു വേണ്ടിയിട്ട് പോകുമ്പോ ഒരു കാടിന്റെ നിർമ്മാണത്തിൽ ഒക്കെ ഒത്തൊരുമയും ചേർത്ത് നിൽപ്പുമാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ സൗന്ദര്യം ചേർന്ന് നിൽക്കുമ്പോഴാണ്. എങ്കിലേ അല്ലാഹു തആല സ്വർഗം നമുക്ക് തരുള്ളൂ. ഭിന്നിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്നവനല്ല സ്വർഗം തരില്ല, കൂട്ടത്തിൽ നിൽക്കുന്നവനെ അല്ല സ്വർഗം തരും. അതുകൊണ്ടാണ് സുമ്മ കാന മിനല്ലദീന ആമനു, നിങ്ങൾ മൂമിനായാ പോരാ, മൂമിനീങ്ങളുടെ സൊസൈറ്റിയിൽ അംഗമാകണം എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയത്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല, അറിയാതെ കുറച്ച് നീണ്ടുപോയി ആ ചർച്ച തന്നെ. അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മൾ ഭിന്നിക്കരുത്. എന്തിനാ നമ്മൾ ഭിന്നിക്കുക? ഒത്തൊരുമയോടെ. എനിക്ക് വലിയ അഭിമാനം തോന്നുക പല സന്ദർഭങ്ങളിലും. ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ ഏറെ സംഘടനയാകട്ടെ, ഞാൻ ഇപ്പോഴും തുറന്നൊരു കാര്യം പറയാൻ ഇവിടെ കേരളത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്. മുസ്ലിം സംഘടനകൾ ധാരാളമുണ്ട്. നമുക്കത് ഒരുപക്ഷെ നല്ലതാണ്, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ലതാണ്, ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ നല്ലതാണ്. പക്ഷെ നമ്മൾ ഭിന്നിച്ച് നിൽക്കാൻ പാടില്ല. ആത്മാർത്ഥമായി നമ്മുടെ വിഷയങ്ങളിൽ ഒന്നിക്കണം. അതല്ലാതെ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ അയിത്തം പാടില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഭിന്നിക്കാതെ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചോളി. അല്പം അത് നീണ്ടുപോയി മാപ്പാക്കുക. ഇനി രണ്ടാമതായി ഖുർആൻ പറഞ്ഞ അൻ അഖീമു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ 4-ൽ രണ്ടാമത്തെ സ്ഥലമേതെന്നറിയോ? അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. ഒരുപാട് ആയത്തുകളിൽ ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതായി ഖുർആൻ പരിചയപ്പെടുത്തുന്ന നിങ്ങളെ നിലനിർത്തണമെന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയത് എവിടെയാണെന്നറിയോ? അൻ അഖീമുസ്സലാ. അല്ലാഹു പറയുകയാണ്, നിങ്ങളെ നിസ്കാരം നിലനിർത്തണേ, നിങ്ങളെ നിസ്കാരം നിലനിർത്തണേ. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു സ്ഥലമല്ല, 2 സ്ഥലമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാം അൻ അഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണമെന്ന് വിശുദ്ധ ഖുർആൻ. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമസ്കാരത്തെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം നിസ്കാരത്തെ പറ്റി നമുക്കറിയും, നന്നായിട്ട് നമുക്ക് ബോധമുണ്ട്. ആ വിഷയത്തിൽ നമ്മൾ ബോധവാന്മാരാ. പക്ഷേ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മുടെ അലംഭാവം എത്രത്തോളം എന്നറിയോ? ഒരു ചെറിയ തലവേദന വന്നാ പിന്നെ നിസ്കാരമില്ല. അള്ളാഹുവിന്റെ മുന്നിൽ കൈകൾ നീട്ടിയിട്ട് സുന്നത്ത് നോമ്പ് പിടിച്ചു നേർച്ച നേർന്ന് ഒരുപാട്
സ്വലാത്ത് ചൊല്ലി ദിക്ർ ചൊല്ലിയിട്ട് അള്ളാന്റെ പള്ളിക്ക് സംഭാവന കൊടുത്തു. ഒരു കുഞ്ഞില്ല, ഒരു കുട്ടിയില്ല, ഒന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞിട്ട് കമ്മിറ്റിക്കാരുടെ കയ്യിൽ കത്തെഴുതി കൊടുത്തിട്ട് അള്ളാഹു നിന്റെ പള്ളിയിൽ ഒരു കുഞ്ഞിനെ തന്ന 1-ാം മാസം മുതൽ നീ നിസ്കാരം അങ്ങ് ഒഴിവാക്കുകയാ. അതിന് മനോഹരമായ ആധുനിക വർഷൽ നീ പറയുന്നത് ബെഡ് റെസ്റ്റ് ആണ്. കുനിഞ്ഞൂടാ, നിവർന്നൂടാ, ചരിഞ്ഞൂടാ, ചാരിക്കൂടാ. അതുകൊണ്ട് നിസ്കരിച്ചൂടെന്ന് പറയുന്ന പുതിയ പെണ്ണിനോട് അവൾക്കൊരു കുഞ്ഞുണ്ടാവാ കാലേ കൂട്ടി കാറ്റി നിന്നിട്ട് അവസാനം അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ നീട്ടിയിട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ ഒരുപാട് നിർവഹിച്ചിട്ട് അവസാനം അല്ല ഒരു കുഞ്ഞിനെ കൊടുത്തപ്പോ നമസ്കാരം ഉപേക്ഷിക്കുന്നവരല്ലേ? തനിക്ക് തന്റെ പ്രിയപ്പെട്ട ബാപ്പായും ഉമ്മായും ഒരു ചെക്കനെ നോക്കിയിട്ട് കിട്ടുന്നില്ല. അവസാനം ദുആ ചെയ്തു, ഖത്മോദി, ദിക്റുകൾ ചൊല്ലി, പടച്ചോനെ എന്റെ ജീവിതത്തിന്റെ ഭാവിയിൽ ഒരു വരൻ എന്റെ ജീവിതത്തിലേക്ക് വരണം, എനിക്കും ആഗ്രഹമുണ്ട് കുടുംബ ജീവിതം നയിക്കാൻ. അവസാന സുന്നത്ത് നിസ്കാരമായി ആ പെണ്ണിന് അല്ലാഹു തആല എവിടെ നിന്നോ ഒരു ചെക്കനെ കൊടുത്തു. കല്യാണത്തിന്റെ സന്തോഷമായി. അങ്ങനെ കല്യാണത്തിന്റെ ദിവസത്തില് അവള് പുതുമണവാട്ടിയായി കുളിച്ചൊരുങ്ങിയിട്ട് കതിർ മണ്ഡപത്തിലേക്ക് പോകുമ്പോ ആ കല്യാണ മണ്ഡപത്തിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന പെണ്ണ്, ഞാൻ ചോദിക്കുകയാ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിമർശിക്കാം, കൊളുത്തൂപ്പുഴയിൽ ഞാൻ ചോദിക്കട്ടെ, ഇല്ല എന്ന് ഞാൻ തീർത്തു പറയുന്നില്ല, ഞാൻ വിമർശിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയല്ല. കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന ഏത് പുതിയ പെണ്ണാ ഉള്ളത്? ഉണ്ടോ? ഈ പൂട്ടി 250 ഗ്രാം പൂട്ടി മുഖത്തിട്ടോണ്ട് പോകുന്ന പെണ്ണ് കല്യാണത്തിന്റെ നിക്കാഹ് കഴിഞ്ഞ ളുഹറിന്റെ ബാങ്ക് കേൾക്കുമ്പോ എന്റെ റബ്ബിന് ഞാൻ 4 റക്അത്ത് നിസ്കരിച്ചോട്ടെ എന്ന് പറയുന്ന അത്രയും വലിയ ഫീസത്തുൽ മിസ്രിയമാരെന്ന് നമ്മുടെ നാട്ടിലില്ല. അത്രയും വലിയ റാബിയത്തുൽ അറബിയമാരൊന്നുമില്ല. എന്തായാലും ഇത്രയും നാള് നിസ്കരിച്ച് അള്ളാഹു എനിക്കൊരു മാനനെ തന്നു, അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിനെ മറക്കാൻ പാടില്ല, ളുഹർ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ളുഹർ നിസ്കരിക്കുന്ന ഏത് പെണ്ണാണ്? ഉണ്ടാകാം, ഉണ്ടാവണം. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്ക്, എത്ര കുടുംബങ്ങളിൽ അങ്ങനെയുണ്ട്. 3 മണിയാകുമ്പോ ഒരു വിളിച്ചോണ്ട് പോക്കുണ്ട്. അങ്ങനെ വിളിച്ചോണ്ട് പോകുമ്പോ അവിടെ എത്തുമ്പോ എല്ലാവരെയും കൊണ്ട് പുതിയ പെണ്ണ് ചെക്കന്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തുമ്പോൾ 5 മണി 5:30 പുതുമണവാട്ടിയെ കാണാൻ അയൽവാസികളായ പെണ്ണുങ്ങളൊക്കെ ഓടിക്കൂടി. അങ്ങനെ ഓടിക്കൂടി അവരെയൊക്കെ പരിചയപ്പെട്ട് ഇതെന്റെ മൂത്തമ്മ, അതെന്റെ മൂത്താപ്പാര ഭാര്യ എന്നൊക്കെ പറഞ്ഞ് എല്ലാം പരിചയപ്പെട്ട് വരുമ്പോ ഏത് പുതിയ പെണ്ണാണ് അസർ നിസ്കരിക്കുന്നത്? അത് കഴിഞ്ഞ് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വിളിക്കാൻ വേണ്ടി കപ്പക്കൊലയും 10 കിലോ അലുവയും ഒരു അലമാരയും കൊണ്ടുവന്ന് ഇവിടുന്ന് തിരിച്ചു പോകാൻ സമയമായി. ചെക്കനോടൊപ്പം ആദ്യരാത്രി പങ്കിടാൻ പെണ്ണിന്റെ വീട്ടിലേക്ക് വണ്ടി കയറുന്ന പുതിയ പെണ്ണ് വീട്ടിലെത്തുമ്പോഴേക്കും മണി 7-7:30 ഈ സമയത്ത് മഗ്‌രിബ് നിസ്കരിക്കുന്ന ഏത് പുതിയ പെണ്ണാണ്? ചിലപ്പോ ഇശാ നിസ്കരിച്ചെന്ന് വരാം. ഇറങ്ങുമ്പോ സുബഹി നിസ്കരിച്ചിട്ടാണ് മണ്ഡപത്തിൽ പോയതെന്നും ഇരിക്കാം. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ദീൻ മുറുകെ പിടിക്കണമെന്ന്, ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രഖ്യാപിച്ച നമസ്കാരത്തെ അലംഭാവത്തിൽ കാണുന്ന ഒരു ചെറിയ പനി വന്നാൽ, ഒരു ചെറിയ തലവേദന വന്നാൽ, പണ്ടൊരു പള്ളിയില് ഒരു മുഅദ്ദിൻ അസമയത്ത് വാങ്കോളിച്ചു. 5 സമയം നന്നായിട്ട് അറിയാം. ളുഹാക്കും തഹജ്ജുദിനൊന്നും ബാങ്കില്ല, കേരളത്തിലും ഇല്ല, ഇന്ത്യയിൽ വേറൊരു സ്ഥലത്തും ഇല്ല. ഹറമിലൊക്കെ ഉണ്ട് തഹജ്ജുദിന് ബാങ്ക്. പോട്ടെ, അസമയത്ത് കയറി ബാങ്ക് വിളിച്ചു. നാട്ടുകാരെല്ലാം വടിയും തടിയും മൺവെട്ടിയും മൺകോരിയും കുന്താലിയും പിക്കാസും ആയിട്ടൊക്കെ പള്ളിമുറ്റത്തെത്തി. പെണ്ണുങ്ങളും കൂടെ വന്നു. എന്തോ പ്രശ്നമുണ്ട്, ഇല്ലെങ്കിലും ഇപ്പൊ വാങ്ങൂളിക്കൂലല്ലോ. എല്ലാവരും പള്ളിമുറ്റത്ത്. ഒരു മഹല്ലത്തില് ആകെ ഇത്രയും ആള് കൂടിയിട്ടുള്ളത് പെരുന്നാളിനാണ്. അന്നും പെണ്ണുങ്ങൾ വരാറില്ല. ഇന്നും മഹല്ലിലെ മുഴുവൻ അംഗങ്ങളും പള്ളിമുറ്റത്തുണ്ട്. അപ്പോഴാണ് ജനങ്ങൾ എന്നെ അറിയുന്ന ഇത്രയും മഹല്ല് നിവാസികൾ നമ്മുടെ മഹല്ലിലുണ്ട് എന്ന്. അത്രയും ആൾക്കൂട്ടം പള്ളിയുടെ മുറ്റത്ത് വന്നു. മുഅദ്ദിൻ പള്ളിയുടെ അകത്തേക്ക് പുറത്തേക്ക് വന്നു. ആരോ പറഞ്ഞു എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഒന്നുകിലും മോദിനെ ആരോ കൊന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഈ ബാങ്ക് വിളിക്കൂലല്ലോ. അവൻ മുഅദ്ദിൻ ഏതോ ഒരു രാജ്യം കീഴടക്കിയ അഭിമാനത്തോടെ നെഞ്ചും പിരിച്ചിറങ്ങി വരികയാണ്. എന്നിട്ട് പള്ളിയുടെ മുറ്റത്ത് വന്നിട്ട് ചോദിച്ചു, അപ്പൊ ഞാൻ വിളിക്കുന്ന ബാങ്ക് നിങ്ങൾ കേൾക്കും അല്ലേ? ഞാൻ വിളിക്കുന്ന ബാങ്ക് നിങ്ങൾക്ക് കേൾക്കാം?
ഞാൻ ലോഹറിനെ വിളിച്ച് ഇവിടെ ആരെയും കണ്ടില്ല, അസറിനെ വിളിച്ച് ആരെയും കണ്ടില്ല, മഗ്രിബിനെ വിളിച്ച് ഒരാളും ഇല്ല, ഇശാക്ക് വിളിച്ച് തീരെ ആളില്ല. ഈ സമയത്ത് ഞാൻ ബാങ്ക് വിളിച്ചാൽ ആരും വരില്ല, അസമയത്ത് വിളിച്ചാൽ നിങ്ങൾ എല്ലാവരും പള്ളിയിൽ വരും. സമയത്ത് വിളിക്കുന്ന ബാങ്കിന് നിങ്ങൾക്ക് പ്രാധാന്യമില്ല, അസമയത്ത് വിളിച്ചാൽ നിങ്ങൾ വരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് പള്ളിയും അല്ലെങ്കിൽ നിസ്കാരവും തമ്മിൽ നമുക്കുള്ള ഒരു ബന്ധം അത്രേ ഉള്ളൂ. ചിന്തിച്ചു നോക്ക്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പഠിച്ചിറങ്ങിയപ്പോ ഒരു പള്ളിയിൽ ജോലി നോക്കി ഒരു 3 വർഷം. അത് കഴിഞ്ഞാണ് കരമ്പനയിൽ 3 വർഷം. ഇപ്പൊ ഞാൻ സെൻട്രൽ ജുമാ മസ്ജിദിൽ 11 വർഷമായി. ഞാനും ഇ പി അബൂബക്കർ ഉസ്താദും വളരെ അടുത്താണ്. എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉറക്കെ ഒന്ന് നിലവിളിച്ചാൽ ഈ പള്ളിയിൽ നിന്ന് ആ പള്ളിയിൽ കേൾക്കുന്ന നിലയിലുള്ള അടുത്തടുത്താണ് നമ്മൾ പള്ളികളുള്ളത്, വലിയ പള്ളിയും സെൻട്രൽ ജുമാ മസ്ജിദും. അപ്പോ ഞാൻ ആദ്യം പഠിച്ചിറങ്ങിയ സമയത്ത് ഒരു പള്ളിയിൽ ജോലി നോക്കി. ആ ജോലി നോക്കിയ ആ പള്ളിയിൽ പൊതുവെ നിസ്കരിക്കാൻ ആള് കുറവാണ്. അങ്ങനെ പാവപ്പെട്ട ഒരു പ്രായമുള്ള മുഅദ്ദിനാണ്. അദ്ദേഹം മോട്ടോർ ഓൺ ചെയ്തു, ടാങ്ക് നിറഞ്ഞു, മൂപ്പരിരുന്ന് ഉറങ്ങിപ്പോയി. ടാങ്ക് നിറഞ്ഞു, പള്ളിയുടെ മുകൾ ഭാഗം വെള്ളം നിറഞ്ഞു. അത് എവിടെയൊക്കെ ഹോസ് ഉണ്ടോ അതുവഴിയൊക്കെ ഒഴുകാൻ തുടങ്ങി. പള്ളിയുടെ 4 ഭാഗത്തൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങി. നാട്ടില് തൊട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ ജംഗ്ഷനാണ്. അവിടെയുള്ള ആളുകളൊക്കെ പള്ളി കയറി. മോദിയിലില്ലേ, ഉത്തരവാദിത്വം ഇല്ലേ, കമ്മിറ്റിക്കാരോടെ പോയി മുസ്ലിയാർ ഉറക്കമാണോ, അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചു. വൻ ബഹളം. ഇഖാമത്തിന്റെ സമയം ഇനി 2 മിനിറ്റ്. ബാങ്ക് കൊടുത്തിട്ടാണ് മൂപ്പര് ഓൺ ചെയ്തത്. വെള്ളം നിറഞ്ഞ്, ടാങ്ക് നിറഞ്ഞ്, പള്ളിയുടെ മുകൾ ഭാഗം നിറഞ്ഞ്, 4 ഭാഗത്തും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പേടിച്ചെണീച്ച് വന്ന് പാവപ്പെട്ടവൻ ഓഫാക്കി. എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആ വെള്ളം ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഹൗദിന്റെ ഭാഗത്തും അവിടെയൊക്കെ ഉള്ള ടാങ്കൊക്കെ തുറന്നിട്ടു. ഇഖാമത്ത് കൊടുത്തു. പള്ളിയുടെ മുറ്റത്ത് ഭയങ്കര ആളാ. ടാങ്ക് നിറഞ്ഞതിന്റെ പരിഭവം. ഇഖാമത്ത് കൊടുത്തു. നിസ്കരിക്കാൻ വേണ്ടി മുസ്ലിയാര് മുസല്ലയിലേക്ക് മെഹ്റാബിനകത്തോട്ട് കയറുമ്പോ മോദിയും മാമായും ഉണ്ട്, ഉസ്താദും ഉണ്ട്, വേറെ ആരുമില്ല. ഞാൻ അവിടെ വേഴംപള്ളി 2 ദിവസമാണ്, ആരുമില്ല. ഈ ബഹളം വെക്കാൻ വന്നവരെല്ലാരും മോദി ഇഖാമത്ത് കൊടുത്തപ്പോൾ അവരുടെ ജോലി നോക്കി അങ്ങ് പോവാൻ. അവർക്ക് ആകെ ഒരു ഡ്യൂട്ടി, ടാങ്ക് നിറഞ്ഞതിലും മൊയ്ലിയാർക്കും മോദിനും എന്ത് പങ്ക് അതറിയണം. ഇതാണ് സമുദായത്തിന്റെ അവസ്ഥ. ഇതാണ് സമുദായത്തിന്റെ അവസ്ഥ. നോക്കൂ, മസ്ജിദുൻ നബവിയിൽ സുബഹി നിസ്കാരത്തിന്, മദീനത്തുൻ നബവിയിലെ മസ്ജിദുൻ നബവിയിലെ സുബഹി നമസ്കാരത്തിന് മഹാനായ മദീനത്തുൻ നബവിയുടെ ഇമാമായ മസ്ജിദുൻ നബവിയുടെ ഇമാമായ അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ മെഹ്റാബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്ത മുസല്ല, അതിലേക്ക് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കയറി നിൽക്കുകയാ. ഇഖാമത്ത് കൊടുത്തു. ആ സമയത്ത് പള്ളിയിലെ മുസല്ലയിലേക്ക് കയറി നിൽക്കുന്ന മഹാനായ ഉമർ തങ്ങള് തിരിഞ്ഞു നോക്കിയിട്ട് സഫിൽ നിൽക്കുന്നവരോട് പറഞ്ഞതെന്താണ്? ഇസ്തവൂ ഇസ്തവൂ, നിങ്ങൾ എല്ലാവരും സഫ് ചൊവ്വാക്കുക, വതറാസു വഅതദിലു എന്ന് പറഞ്ഞിട്ട് ഇമാമായ ഉമറുൽ ഫാറൂഖ് തങ്ങള് മാമൂമിങ്ങളുടെ സഫ് ഇങ്ങനെ ശരിയാക്കുന്ന സന്ദർഭത്തിലല്ലേ മസ്ജിദുൻ നബവിയിൽ ഇന്നത്തെ പോലെ സംവിധാനങ്ങളുള്ള പള്ളിയായിരുന്നില്ലല്ലോ. ആ പള്ളിയുടെ കർട്ടന്റെ പിന്നിൽ മഹാനായ ഉമർ തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇരുതല മൂർച്ചയുള്ള ചെറിയ കടാരയും കൊണ്ട് നിന്ന അബൂ ലൂലുഅ എന്ന് പറയുന്ന വ്യക്തി ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് കത്തി കുത്തിക്കയറ്റുകയാ. ഇരുളിന്റെ ശക്തികൾക്ക് നിവർന്നു നിന്നിട്ട് പ്രതിരോധിക്കാൻ സാധ്യമല്ലല്ലോ. ഇരുളിന്റെ മറവിൽ, കർട്ടന്റെ മറവിൽ നിന്നുകൊണ്ട് ഒളിയായുധം വെച്ചുകൊണ്ട് ഇരുതല മൂർച്ചയുള്ള എന്ന് പറഞ്ഞാൽ ഇരുട്ട സമയത്ത് എങ്ങനെ കുത്തിയാലും ഉമർ മരിക്കണം. ആ ഒരു ചിന്തയോട് ഇരുതല മൂർച്ചയുള്ള കത്തിയും പിടിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തി മലർത്തുമ്പോൾ ചോര ചാലിട്ടൊഴുകുകയാ. മസ്ജിദുൻ നബവിയുടെ മെഹ്റാബ് മുസല്ലയിൽ ഉമർ തങ്ങൾ പിടയ്ക്കുകയാ. ആ സമയത്ത്
ആലസ്യപ്പെട്ട് ബോധം കെട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നീട് ബോധം വന്നപ്പോ ഉമർ തങ്ങൾ ചോദിച്ചൊരു ചോദ്യം എന്താണെന്നറിയോ? ആരാണ് എന്നെ കുത്തിയത്? അത് മൂന്നാമത്തെ ചോദ്യമാണ്. ആരാ എന്നെ കുത്തിയത്? മൂന്നാമത്തെ ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, നാഴികയ്ക്ക് നാരായം കൊടുക്കുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു എന്തിനും പ്രതിരോധിക്കുന്ന ഉമർ തങ്ങൾക്ക് ആരാണ് കുത്തിയതെന്ന് പിന്നെ അറിഞ്ഞാൽ മതി. ഉമർ തങ്ങൾ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഏതെന്നറിയോ? ഇമാമത്ത് നിൽക്കാനല്ലേ ഞാൻ പള്ളിയിൽ വന്നത്? ആ നമസ്കാരം പിന്നെ എങ്ങനെയാ പൂർത്തിയാക്കിയത്? ആ നമസ്കാരം പിന്നെ എങ്ങനെയാ നിങ്ങൾ പൂർത്തിയാക്കിയത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ പിടയുന്ന സമയത്ത് അവരുടെ മനസ്സിന്റെ ചിന്ത നിസ്കാരത്തെ പറ്റിയായിരുന്നു. നമുക്കാണെങ്കിലോ ചെറിയ വയറുവേദന വന്നാ പിന്നെ നിസ്കാരമില്ല, ഒരു തലവേദന വന്നാ പിന്നെ നിസ്കാരമില്ല. ചോദിക്കട്ടെ, കുളത്തൂപ്പുഴയിലുള്ള നിങ്ങളോട് ഒരാൾ അല്ലാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എപ്പോഴാണ്? പരിശുദ്ധമായ കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തിയെ കണ്ണും കൽബും കൊണ്ട് നേരിടുമ്പോഴാണോ? അല്ലാഹുവുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നതല്ല. പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റുമ്പോഴാണോ? പരിശുദ്ധമായ നോമ്പ് പിടിക്കുമ്പോഴാണോ? എപ്പോഴാണ് നമ്മൾ അല്ലാഹുവുമായിട്ട് കൂടുതൽ അടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഭൂമി ലോകത്ത് അല്ലാഹുവുമായിട്ട് അടുക്കാൻ അല്ലാഹു വെച്ച ഒരേ ഒരു നടപടി ഏതാണെന്നറിയോ? ആരുടെ മുന്നിലും കുനിക്കാത്ത ശിരസ്, അന്തസ്സിന്റെ ആഭിജാത്യത്തിന്റെ ശിരസ് നടന്നു പോകുന്ന നിലത്ത് വെച്ചിട്ട് അവന്റെ പൃഷ്ഠഭാഗത്തെ ഉയർത്തി വെച്ചിട്ട് ആ തലയേക്കാൾ അവന്റെ പൃഷ്ഠഭാഗത്തെ ഉയർത്തി വെച്ചിട്ട് അവന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. അത്യുന്നതനായ അല്ലാഹ്, നിനക്കാണ് സർവസ്തോത്രം, നിനക്കാണ് ഏറ്റവും വലിയ പരിശുദ്ധി, നീയാണ് ഏറ്റവും വലിയ പരിശുദ്ധനെന്ന് പറയുന്നത്. ആ സുജൂദിൽ കിടക്കുമ്പോഴല്ലേ ആലോചിച്ചു നോക്കണേ, ആ സുജൂദ് കേവലം ഒരു സുജൂദ് മാത്രമാണോ? നെറ്റി നിലത്ത് വെക്കുന്നത് മാത്രമാണോ? ചിന്തിച്ചു നോക്കണേ, ക്ലോസറ്റ്, ബാത്റൂമിന്റെ ക്ലോസറ്റ് പോലും സ്വർണം കൊണ്ട് നിർമ്മിച്ച കുതിരക്കൂട്ടങ്ങളെ മുഴുവനും AC ഉള്ള റൂമുകളിൽ താമസിപ്പിച്ച ബ്രൂണൈ സുൽത്താൻ അയാൾ സുജൂദ് ചെയ്യുമ്പോൾ സൗദി ഭരണാധികാരിയായ മുഹമ്മദ് സൽമാൻ രാജാവ് അദ്ദേഹം എങ്ങനെയാണോ സുജൂദ് ചെയ്യുന്നത്? ആ സുജൂദ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മകനും കിരീടാവകാശിയും ഇന്ന് സൗദി അറേബ്യ ഭരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ സുജൂദ് ചെയ്താൽ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബ് നിസ്കരിച്ചാൽ എത്ര വലിയ അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട്, എത്ര വലിയ അധികാരത്തിന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട്, ഏത് വലിയ ഇന്ദ്രപ്രസ്ഥത്തിൽ വിരാജിക്കുന്നവർ സുജൂദ് ചെയ്താൽ, എത്ര വലിയ കോടീശ്വരന്മാർ സുജൂദ് ചെയ്താൽ ആ സുജൂദിനൊരു പ്രത്യേകത കൊണ്ട്. എന്താണെന്നറിയോ? 1 വയസ്സും 8 മാസത്തിലും 9 മാസത്തിലും ഞാനും നിങ്ങളും എങ്ങനായിരുന്നു വീട്ടിനകത്ത് കഴിഞ്ഞത്? നമ്മൾ മുട്ടിലിടഞ്ഞിട്ടല്ലേ നടന്നത്? നമ്മൾ മുട്ടിലിടഞ്ഞല്ലേ നടന്നത്? ലോകം ഭരിച്ചവരും ലോകം ഭരിക്കുന്നവരും ഭരിക്കാനിരിക്കുന്നവരും സമ്പന്നരും അധികാരികളും എല്ലാ കുബേരന്മാരും എല്ലാ സമ്പന്നന്മാരും എങ്ങനെയാണോ ചെറിയ പ്രായത്തിൽ നടന്നത്, അവരെല്ലാം നടന്നത് മുട്ടിലിടഞ്ഞായിരുന്നില്ലേ? ആ മുട്ടിലിടയുന്ന സമ്പ്രദായം അല്ലാഹു നമുക്ക് വേണ്ടി വെച്ചല്ലോ. എത്ര വലിയ സമ്പന്നനാ, കോടാന കോടാന കോടിയുടെ സ്വത്തിന്റെ ഉടമയാ. പക്ഷേ അവന് കുളത്തൂപ്പുഴ പള്ളിയിൽ വന്നാൽ അവന് കുഞ്ഞുങ്ങളെ പോലെ മുട്ടിലിഴഞ്ഞ് കിടക്കുകയാ. ഒരുത്തന്റെ മുമ്പിലും അവന്റെ തല കുനിച്ചിട്ടില്ല, അവൻ ഇന്നേ വരെ തല ഒന്ന് കുമ്പിട്ടിട്ടില്ല. പക്ഷേ അള്ളാന്റെ മുമ്പിലെത്തിയപ്പോൾ അവന്റെ വൃത്തികെട്ട അവയവമായ പൃഷ്ഠഭാഗത്തെ ഉയർത്തി വെച്ചിട്ട് അവന്റെ അന്തസ്സിന്റെയും ഇസ്സത്തിന്റെയും അടയാളമായ തല അത് നിലത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ആ മനുഷ്യൻ പറയുന്നു, റബ്ബേ നിനക്കാണ് പരിശുദ്ധി എന്ന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താണ്? അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു. ഒരു മനുഷ്യൻ, ഒരു അടിമ ഉടമയായ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണ്. ആ അടുപ്പം നമുക്ക് വേണ്ടേ? ആ അടുപ്പം നമുക്ക് വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മരിക്കാൻ നേരത്ത് നിസ്കാരത്തിന്റെ ചിന്ത. സൈനബുൽ ഗസാലി, നമ്മൾക്ക് അവരോട് ആദർശപരമായിട്ട് വിയോജിപ്പുണ്ട്. സൈനബുൽ ഗസാലി ജമാൽ അബ്ദുൽ നാസർ എന്ന ക്രൂര ഭരണാധികാരിക്കെതിരെ ശക്തമായ നിലപാടെടുത്തപ്പോൾ സൈനബുൽ ഗസാലിയെ ജയിലിലടച്ചു. സൈനബുൽ ഗസാലിയെ ജയിലിലടച്ചു
ജയിലിലടച്ചപ്പോൾ ആ സൈനബുൽ ഗസാലിയുടെ ജയിൽ അനുഭവങ്ങൾ എന്ന് പറയുന്ന കൃതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സൈനബുൽ ഗസാലി എന്ന നിങ്ങളെ പോലെ ചോരയും നീരുമുള്ള ഒരു വനിത ജമാൽ അബ്ദുൽ നാസറിന്റെ പട്ടാളത്തിനെതിരെ ശക്തമായി നിലകൊണ്ടപ്പോൾ അവർക്ക് സമ്മാനിച്ചത് കാരാഗ്രഹമായിരുന്നു. ആ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ വളരെ ക്രൂരമായിട്ട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി. സൈനബുൽ ഗസാലിയെ എങ്ങനെയാണ് പീഡിപ്പിച്ചതെന്നറിയോ? ദിവസങ്ങളോളം ആഴ്ചകളോളം പട്ടിണിക്കിട്ട പരിശീലിപ്പിക്കപ്പെട്ട നായ, ആ നായയെ എത്രയോ ആഴ്ചകളോളം ഒന്നും കൊടുക്കാതെ പട്ടിണിക്കിട്ടു. എന്നിട്ട് ആ നായയെ സൈനബുൽ ഗസാലി കിടക്കുന്ന ആ സെല്ലിലേക്ക് തുറന്നു വിട്ടു. ആലോചിച്ചു നോക്കിയ പിന്നെ വല്ലതും കേൾക്കണോ? പിന്നത്തെ കഥ വല്ലതും പറയണോ? പരിശീലിപ്പിക്കപ്പെട്ട നായ ആഴ്ചകളോളം പട്ടിണിക്കിട്ടു. വിശക്കുന്ന അവസ്ഥയിൽ ആ നായയെ സൈനബുൽ ഗസാലി കിടക്കുന്ന സെല്ലിലേക്ക് തുറന്നു വിട്ടു. സൈനബുൽ ഗസാലിയെ കടിച്ച് കീറി. ഓർമ്മ നശിച്ചു. ശരീരം മുഴുവനും മാന്തി പറിച്ചു. വസ്ത്രം വലിച്ചു കീറി. നായ അവസാനം മരിച്ചെന്ന് കരുതിയിട്ട് ആ നായ സെല്ലിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിങ്ങൾ ആലോചിക്കണം, ഗോണ്ടനാമയിലും അതുപോലെ തന്നെ അബൂ ഖുറൈബ് തടവറകളിൽ ഇന്നും അത് പയറ്റ് തെളിയുന്നുണ്ട്. ഇന്നും അത് പയറ്റുന്നുണ്ട്. പരിശീലിപ്പിക്കപ്പെട്ട നായ്ക്കളെ കൊണ്ടുവന്ന് പാവപ്പെട്ട ഫലസ്തീനിയായ ഒരു ഉമ്മയെ കടിച്ചു കീറുന്ന രംഗം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടവരാ. ആലോചിച്ചു നോക്കൂ. സൈനബുൽ ഗസാലിക്ക് എപ്പോഴോ ബോധം വീണു. സൈനബുൽ ഗസാലിയുടെ ജയിലനുഭവം എന്ന് പറയുന്ന കൃതിയിൽ അവർ പറയുന്നു, പെട്ടെന്ന് ബോധം വീണു. നോക്കുമ്പോ ശരീരം മുഴുവനും ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്നു. വസ്ത്രമെല്ലാം കീറിപ്പറിച്ചു. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാ? നമ്മുടെ കയ്യിൽ ഒരു മുള്ളുകൊണ്ടു, നമ്മുടെ നടുവിന് എന്തെങ്കിലും ഒരു തേയ്മാനം വന്നു, കാൽമുട്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ നമ്മൾ പറയും നിസ്കരിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. സൈനബുൽ ഗസാലി ബോധം വീണപ്പോ സൈനബുൽ ഗസാലി ചെയ്തത് നമസ്കരിക്കാൻ ഒതുവെടുക്കാൻ വെള്ളമില്ല. സൈനബുൽ ഗസാലി ചെയ്തത് ആ സെല്ലിന്റെ ചുമരിൽ കൈകൊണ്ട് അടിച്ച് തയമ്മം ചെയ്തിട്ട് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയാ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, സൈനബുൽ ഗസാലിയുടെ ആദർശത്തോട് നമുക്ക് വിയോജിപ്പുള്ളപ്പോഴും ആ സൈനബുൽ ഗസാലി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയിട്ട് നമസ്കാരം എന്ന് പറയുന്ന അള്ളാഹുവിനോടുള്ള അടുപ്പത്തെ സൂചിപ്പിക്കുന്ന പ്രക്രിയ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിൽ അവർ മറന്നില്ല. ഖുബൈബ് ബിൻ അബിയുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ തൻഈം എന്ന് പറയുന്ന പ്രദേശത്തെ മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന ഉംറയ്ക്ക് പോയവർക്കറിയാം, ആയിഷ പള്ളി എന്ന് പറയുന്ന പള്ളിയുടെ സമീപത്ത് കൊണ്ടുവന്ന് അവസാനം എന്താണ് നിന്റെ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോ എനിക്ക് നിസ്കരിക്കണം 2 റക്അത്ത് എന്ന് പറഞ്ഞ് കൈകെട്ടി നിസ്കാരം നിർവഹിക്കുമ്പോ കോഴി കൊത്തുന്നത് പോലെ നമസ്കാരത്തിന്റെ അടക്കവും അനക്കവും ഒക്കെ കൃത്യമായി പാലിക്കുന്നു. പക്ഷേ പെട്ടെന്ന് നിസ്കാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല നിസ്കാരം പെട്ടെന്ന് ചുരുക്കിയിട്ട് ശത്രുക്കളോട് എഴുന്നേറ്റ് നിന്ന് മക്കക്കാരോട്, സവർണ ഫാസിസ്റ്റുകളോട്, അന്നത്തെ മക്കയിലെ ഫാസിസത്തോട് മഹാനായ ആ ഖുബൈബ് റളിയല്ലാഹു അൻഹു തൻഈമിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വലിയ സൂറത്ത് ഓതിയിട്ട് ദീർഘനേരം എടുത്ത് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ അവസാനത്തെ നിസ്കാരമാണ്. പക്ഷേ ഞാൻ അങ്ങനെ നിസ്കാരം നിർവഹിക്കുമ്പോ നിങ്ങൾ കരുതും യവൻ പേടിച്ചിട്ട് സലാം വീട്ടാത്തതാണ് എന്ന്. ഒരുത്തന്റെ മുമ്പിലും ഞാൻ എന്റെ തല കുനിക്കില്ല. അതുകൊണ്ട് എന്റെ റബ്ബ് പരിഹരിച്ചോളും. ഞാൻ പെട്ടെന്ന് സലാം വീട്ടിയതാ. കൊല്ലാനുണ്ടെങ്കിൽ പെട്ടെന്ന് കൊന്നോടാ എന്ന് പറഞ്ഞ തൻഈമിന്റെ പുത്രൻ സയ്യിദുനാ ഖുബൈബ് ബിൻ അദിയുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. ചിന്തിച്ചു നോക്ക്, ഇതാണ് അവരുടെ നിസ്കാരത്തിന്റെ അവസ്ഥ. നമ്മുടെ പള്ളികൾ നോക്കിയേ. ഇന്നലെ ഞാൻ പ്രസംഗിച്ചത് ഒരു പള്ളി ഉദ്ഘാടനം ചെയ്ത ഒരു സദസ്സിലാണ്. പള്ളി ഉദ്ഘാടനം ചെയ്തു. അവിടെ ഞാൻ അവിടെയും പറഞ്ഞു, നമ്മുടെയൊക്കെ പള്ളികൾ മനോഹരമാണ്. എന്തെല്ലാം മോഡൽ പള്ളികൾ, വളരെ മനോഹരമായ പള്ളികൾ. എത്ര ആള് വന്നാലും ഉൾക്കൊള്ളാൻ പറ്റുന്ന പള്ളികളായി അല്ലേ? പള്ളികൾ ധാരാളമുണ്ട്. പക്ഷേ ആ പള്ളികളുടെ അവസ്ഥ കോവിഡ് വന്നതിന് ശേഷം നിങ്ങൾ കോവിഡ് സമയത്ത് ഒളിച്ച് 4 പേര് നിസ്കരിച്ചില്ലേ? അതുപോലെ അങ്ങ്
നിസ്കരിച്ചാൽ മതി, ഞങ്ങൾക്ക് സൗകര്യം ഇല്ല എന്ന് പറയുന്ന ന്യൂ ജനറേഷനാണ് ഇപ്പോ. ജുമയ്ക്ക് നിങ്ങൾ നോക്കണം, തറവാടിത്തവും പാരമ്പര്യവും അവകാശപ്പെടുന്ന മുസ്ലിം സ്ട്രീറ്റുകളിൽ പല മഹല്ലത്തുകളിലും ജുമ നടക്കുമ്പോ കമ്പോളങ്ങളിലും ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്നു. പള്ളിയിൽ അവർക്ക് പോകാൻ മനസ്സില്ല. കാരണം എന്താണ്? അവർക്കുള്ള ഭയം മാറി, നിസ്കരിക്കണമെന്നുള്ള ചിന്ത മാറി. ആ ഒരു സമൂഹമാണ് നമ്മൾ. പള്ളിക്ക് ഇപ്പോഴും പെയിന്റ് അടിക്ക് ഒരു കുറവുമില്ല. പള്ളിയിൽ ഇമാമിനെ മാറ്റുന്നതിലും മോദിനെ നിയമിക്കുന്നതിലും കുറവൊന്നുമില്ല. പക്ഷെ ആളുകൾ പള്ളിയിൽ കയറുന്നില്ല. ഏതുപോലെ എന്നറിയോ? ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ ഓർത്തപ്പോ ഒന്ന് പറയാണ്, 75,000 രൂപ ലോൺ എടുത്തിട്ട് ഭാര്യ ഒരു മനോഹരമായ പശുവിനെ വേണമെന്ന് ആഗ്രഹിച്ചു. ഭർത്താവ് പറഞ്ഞു എങ്ങനെ ഒപ്പിക്കാനാ, ലോണ് കിട്ടും. അങ്ങനെ ലോണ് കിട്ടുന്നിടത്തൊക്കെ പോയി ഒരു ലോൺ എടുത്തിട്ട് ഒരു പശുവിനെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പശുവിനെ കൊണ്ട് നമുക്ക് ആകെ ഒരു നേട്ടം മാത്രമേ ഉള്ളൂ, ആ പശു നമുക്ക് പാല് തരും, അല്ലേ? അല്ലാതെ എന്തെങ്കിലും ഗുണമുണ്ടോ? പശു ഇറച്ചിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നുക പോലും ഇല്ല. അങ്ങനെ ആ പശുവിനെ കൊണ്ടുവന്നു. 75,000 രൂപ ലോൺ അടച്ചു തീർക്കണം, അതുകൊണ്ട് പാല് വിൽക്കണം. തലേ ദിവസം തന്നെ എല്ലാ വീടുകളിലും കടകളിലും ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു പശുവിനെ വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര ലിറ്റർ പാല് വേണം, നിങ്ങൾക്ക് എത്ര ഗ്ലാസ് പാല് വേണം ചോദിച്ചു. ഒരു പരുവത്തിനൊക്കെ ഒപ്പിച്ചു, കടമൊക്കെ ഒന്ന് തീർക്കാൻ പറ്റുമെന്നുള്ള മട്ടായി. അങ്ങനെ ഭാര്യയും ഭർത്താവും തഹജ്ജുദിന് എഴുന്നേറ്റു. തഹജ്ജുദൊക്കെ നിസ്കരിച്ച് സുബഹിക്ക് ബാങ്ക് കേട്ടാൽ ഉടൻ തന്നെ നിസ്കരിച്ചിട്ട് പാലെടുത്തും എത്തിക്കണം. അതുകൊണ്ട് തന്നെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും വലിയ പാത്രം എടുത്തിട്ട് പശുവിന്റെ അകിടിന്റെ ചുവട്ടിൽ വന്നിട്ട് കറക്കാൻ ശ്രമിക്കുമ്പോ ആ അകിടിൽ നിന്ന് പാല് വരുന്നില്ല എങ്കിൽ ആ പശു കൊണ്ട് എന്ത് ഗുണമാവുള്ളത്? 75,000 പോയാ എന്തെങ്കിലും ഗുണമുണ്ടോ പശുവിനെ കൊണ്ട്? ഇതിന് തീറ്റ കൊടുത്തത് വെറുതെ ആയെന്നല്ലേ നമ്മൾ പറയും. എന്നാൽ നേരം വെളുത്ത ആ പശുവിനെ ഇങ്ങനെ മുറ്റത്തിറങ്ങി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ എന്ത് രസമാണ്! മനോഹരമായ പശു, നല്ല കാണാൻ മൊഞ്ചുള്ള പശു, നല്ല അകിട്, പക്ഷെ പാല് ചുരത്തുന്നില്ല. അതുകൊണ്ട് എന്ത് ഗുണമാണ്? എന്റെ നാട് പനവൂരാണ്. ബഹുമാനപ്പെട്ട താജുദ്ദീൻ ഉസ്താദിന് ഏറെ ബന്ധമുള്ള നാട്, അഷ്റഫ് ഉസ്താദിന് ഏറെ ബന്ധമുള്ള നാട്, ബഹുമാനപ്പെട്ട ഷരീഫ് ഉസ്താദ് അടക്കമുള്ള സലീം മന്നാൻ ഇരിപ്പുണ്ട് പുനലൂര്. അദ്ദേഹം അടക്കം ഞങ്ങളെ നാട്ടിൽ പഠിച്ചവരാണ്. എന്റെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പലരെയും അങ്ങോട്ട് കെട്ടിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് കെട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധമുള്ളതാണ് പനവൂരും കുളത്തൂപ്പുഴയും. ഞങ്ങളുടെ പള്ളിയുടെ ഉദ്ഘാടനത്തിന് ആദരണീയനായ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉസ്താദ് അവറുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുമ്പോ അദ്ദേഹം ഞങ്ങളെ നാടിനെ പറ്റി എഴുതിയ ഒരു വരിയുണ്ട്. ആ വരിയിൽ പറയുന്നത്, ഈ പശുവിനെ, ഈ പാലില്ലാത്ത പശുവിനെ നിസ്കാരമില്ലാത്ത പള്ളിയോട് ഉപമിച്ചുകൊണ്ടാണ്. നിസ്കാരമില്ലാത്ത പള്ളിയോട് ഉപമിച്ചുകൊണ്ടാണ്. മനോഹരമാണ് പള്ളി, എന്ത് രസമാ മിഹ്റാബ്, മിമ്പർ. പുറത്തുനിന്ന് നോക്കിയ പള്ളി ദുബായിലെ പള്ളിയാന്ന് തോന്നും. അകത്ത് കയറിയ ബഖൂറിന്റെ മണം. ചില പള്ളികളിൽ കയറിയ മൂക്ക് കുത്തി ഇറങ്ങി ഓടിപ്പോവും. കക്കൂസിന്റെ അടുത്താണ്, ഹൗലിന്റെ അടുത്താണ് ഈ കാർപ്പറ്റ് ഇട്ടിരിക്കുന്നത്. ദുർഗന്ധം കാരണം പള്ളി കയറാൻ തോന്നില്ല. ചില പള്ളികളൊക്കെ ഇത് ഉള്ളതുപോലെ പറയണ സഹോദരങ്ങളെ, എന്തിനാ കമ്മിറ്റിക്കാരെ വെച്ചിരിക്കുന്നേ? ചില പള്ളികളിൽ നിസ്കരിക്കാൻ വഴിയിലൊക്കെ നമ്മൾ ഇറങ്ങുമ്പോ അവിടെയൊക്കെ ഈ ഷോളൊക്കെ എടുത്തിട്ട് നിസ്കരിക്കേണ്ടി വരും. കാരണം എന്താണ്? മൂക്കും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റൂല. ചില പള്ളികളിൽ കയറി ഇരുന്നാൽ ഒരു പേജ് ഓതാൻ തീരുമാനിച്ചവൻ 10 പേജ് ഓതിയിട്ട് ഇറങ്ങുള്ളൂ. കാരണം എന്താ? നല്ല മനോഹരമാണ് പള്ളി. പള്ളി മനോഹരമാക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആ പള്ളിയുടെ അകത്തളങ്ങൾ, പള്ളിയുടെ പുറമോടി ഒക്കെ മനോഹരമാണ്. പക്ഷെ നിസ്കരിക്കാൻ ഒരാളുമില്ല. ഏതുപോലെ? വെറും പ്രൗഢിയിൽ മാത്രം ഫലം എന്തുണ്ട്? പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട്. ചില പള്ളികൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതാ, ജുമയ്ക്ക് പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ. ജുമാക്ക് പോലും പ്രാവ് വേണം നിസ്കരിക്കാൻ, ആളില്ല. അത് നമ്മുടെ പള്ളികളായ പോരല്ലോ. നമസ്കാരത്തെ പറ്റി അല്ലാഹു പറഞ്ഞത് അഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തണമെന്നാണ്. എന്റെ വിഷയം പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ അല്ലാഹു നിലനിർത്തണമെന്ന് പറഞ്ഞ 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് പറഞ്ഞു ദീനിനെ മുറുകെ പിടിക്കലാണ്. രണ്ടാമത്തേത് പറഞ്ഞു നിസ്കാരത്തെ നിലനിർത്തലാണ്, മുറുകെ പിടിക്കലാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു
ബൽഖ എന്ന് പറയുന്ന നാട്ടിലെ മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു ഒരു ദിവസം പള്ളിയിലെത്തിയപ്പോൾ ജമാഅത്ത് അങ്ങ് കഴിഞ്ഞുപോയി. മഹാനവറുകൾ പൊട്ടിക്കരയാൻ തുടങ്ങി. പള്ളിയുടെ വാതിൽക്കലിരുന്ന് തലയിൽ മണ്ണ് വാരിയിട്ട് ബൽഖയിലെ പള്ളിയുടെ മുറ്റത്തിരുന്ന് ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നറിയോ? പടച്ചോനെ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വലിയ നഷ്ടം സംഭവിച്ചല്ലോ. ആളുകൾ ചോദിച്ചു എന്താ? അദ്ദേഹം പറഞ്ഞു, എന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. ആലോചിക്കണേ, ഇത് ചരിത്രം വഴല് പറയാൻ മാത്രമുള്ളതല്ല, വഴല് കേൾക്കാൻ മാത്രമുള്ളതല്ല, വഴല് പറയിപ്പിക്കാനും മാത്രമുള്ളതല്ല, ചരിത്രം വായിച്ച് രസിക്കാൻ മാത്രമുള്ളതല്ല. ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാനാണ്, ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാനാ വാഴു വെക്കേണ്ടത്. അതുകൊണ്ട് ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഇന്നലകളിൽ നമുക്ക് വേണ്ടി ഒരുപാട് ഉപദേശങ്ങൾ സമ്മാനിച്ചു പോയ സയ്യിദു സാഹിദീൻ എന്നറിയപ്പെടുന്ന ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു ബൽഖയിലെ പള്ളിയിൽ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോ രണ്ട് സഹോദരങ്ങളും ഒന്ന് ആശ്വസിപ്പിക്കുകയാ. അവര് പറഞ്ഞത്, നിങ്ങൾ വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, വേദനിക്കേണ്ട, കരയണ്ട. കാരണം നിങ്ങൾ കൃത്യമായി ഇതുവരെയും നിസ്കരിച്ചവരാണല്ലോ. ഇപ്പോ ഒരു ജമാഅത്ത് അങ്ങ് നഷ്ടപ്പെട്ടതല്ലേ ഉള്ളൂ, പ്രയാസപ്പെടല്ലേ, അല്ല മാപ്പാക്കുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ബൽഖയിലെ മുഴുവൻ ജനങ്ങളും എന്റെ മകൻ മരിച്ചുപോയെന്നറിഞ്ഞാൽ വീട്ടിലെത്തിയിട്ട് വാപ്പയായ എന്നെ സന്തോഷിപ്പിക്കുമല്ലോ, എന്നോട് വലിയ ഉപദേശങ്ങൾ തന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കുമല്ലോ. പക്ഷേ എന്റെ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ ഒരാളും എന്നെ ആശ്വസിപ്പിക്കുന്നില്ലല്ലോ, ഒരാളും എന്നെ ആശ്വസിപ്പിക്കാൻ വരുന്നില്ലല്ലോ. ജനങ്ങൾക്ക് അത്രയേ ഈ നിസ്കാരത്തെ പറ്റി ചിന്തയുള്ളൂ. എന്റെ മകനെങ്ങാനും പെട്ടെന്ന് മരിച്ചുപോയാ ഈ ബൽഖയിലെ മുഴുവൻ ആളുകളും വന്നിട്ട് എന്നെ ഗുണദോഷിക്കുകയോ, എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുകയോ, എന്നെ ആശ്വസിപ്പിക്കുകയോ, എന്നെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്യുമല്ലോ. പക്ഷേ എന്റെ നിസ്കാരം ഒന്ന് ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ ഒരാളും എന്നെ ആശ്വസിപ്പിക്കാതെ ഇറങ്ങിപ്പോകുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു വിലപിച്ചെങ്കിൽ അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു, അഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. ചുരുക്കി പറയട്ടെ, ഇനി ആകെ എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് 20 മിനിറ്റ് ആണ്. ഞാൻ ചുരുക്കി പറയാം, 10 മിനിറ്റ് വെച്ച് 2 എണ്ണം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. പ്രിയപ്പെട്ടവരെ, മൂന്നാമത് അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഒന്ന് ദീനിനെ മുറുകെ പിടിക്കണം, അഖീമുദ്ദീൻ. 2 നിസ്കാരം നിലനിർത്തണം, അഖീമുസ്സലാ. ഇനി മൂന്നാമത് അല്ലാഹു അഖീമു എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയത് ഏതെന്നറിയോ? എന്റെ മുമ്പിലുള്ള കച്ചവടക്കാര് കൊളത്തൂപ്പുഴയൊക്കെ കച്ചവടത്തിന്റെ പേര് കേട്ട സ്ഥലങ്ങളാണ്. വലിയ വലിയ കച്ചവട പാരമ്പര്യമുള്ളവരാണ്. നെടുമങ്ങാടും കൊളത്തൂപ്പുഴയും ഒക്കെ ഒരുപാട് കച്ചവട കച്ചവടത്തിന്റെ ഒക്കെ ഒരു വലിയ പ്രദേശമാണ്. അതുകൊണ്ട് മുഴുവൻ കച്ചവടക്കാരും കേട്ടോളി. അള്ളാഹുവിന്റെ ഖുർആൻ മൂന്നാമതായി പരിചയപ്പെടുത്തിയ കച്ചവടക്കാരുടെ ഭാര്യമാരും കേട്ടോളി. മൂന്നാമതായിട്ട് ഖുർആന് പരിചയപ്പെടുത്തുന്ന അഖീമു എന്ന് പറഞ്ഞത്, സഹോദരങ്ങളെ, സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞു, എന്താണെന്നറിയോ? വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറുൽ മീസാൻ. അല്ല ദീനിന്റെ കാര്യം പറഞ്ഞ വാക്ക്, അല്ല നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞ വാക്ക്, അതേ വാക്ക് കൊണ്ട് തന്നെ അല്ല പരിചയപ്പെടുത്തുന്നു, നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്. ജനങ്ങളുടെ ശൈലി എന്താണെന്നറിയോ? ഇങ്ങോട്ട് തൂക്കിയെടുത്തിട്ട് പൈസ അങ്ങോട്ട് കൊടുക്കുന്ന ചില സംഗതികളുണ്ട്. ഇപ്പോ കുരുമുളക്, അല്ലെങ്കിൽ റബ്ബർ ഷീറ്റ്, അതുപോലുള്ള സാധനങ്ങളുണ്ടല്ലോ. നമ്മൾ അങ്ങോട്ട് സാധനങ്ങൾ കൊടുത്തിട്ട് പൈസ ഇങ്ങോട്ട് കിട്ടുന്നത്, അത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. കൃത്യമായി അവര് തൂക്കി അളന്നെടുക്കും. ഒരു പോയിന്റ് അവർ കുറയ്ക്കില്ല. ഫാൻ വേണമെങ്കിൽ ഓഫ് ആക്കിയിട്ട് കാറ്റ് കൊണ്ടെങ്ങാനും ഭാരം തൂങ്ങിയാലോ എന്ന് പേടിച്ചിട്ട് ഫാൻ വേണമെങ്കിൽ പോലും ഓഫ് ആക്കും.
പക്ഷേ വഇദാ കാലൂഹും ഔ വസനൂഹും, അങ്ങോട്ട് തൂക്കി ഇങ്ങോട്ട് പൈസ വാങ്ങുന്ന സമ്പ്രദായം വരുമ്പോ പഞ്ചസാര, അരി, മരച്ചീനി, അങ്ങനെ അങ്ങോട്ട് ചരക്ക് കൊടുത്തിട്ട് പൈസ ഇങ്ങോട്ട് കിട്ടുന്ന കാര്യങ്ങൾ യുഖ്സിറൂൻ, അവർ വീഴ്ച വരുത്തുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ശരിയല്ലേ? മദീനയില് അള്ളാന്റെ ഹബീബ് എത്തുമ്പോ അബൂ ജുഹൈന എന്ന് പേരുള്ള ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. മൂപ്പരുടെ കടയിൽ 2 തുലാസ് കണ്ടു. നബിതങ്ങൾ ചോദിച്ചു, എന്താ അബൂ ജുഹൈന 2 തുലാസ്, ഒന്ന് പഴയതും ഒന്ന് പുതിയതുമാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല നബിയേ, ഇത് 2 എന്റെ കടയിൽ പുതിയതാ. ഇത് ഇങ്ങോട്ട് തൂക്കിയെടുക്കാൻ, ഇത് അങ്ങോട്ട് തൂക്കി കൊടുക്കാൻ. ഒന്ന് ഇങ്ങോട്ട് തൂക്കിയെടുക്കാൻ, ഒന്ന് അങ്ങോട്ട് തൂക്കി കൊടുക്കാൻ. ആ സന്ദർഭത്തിൽ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റിത്തട അങ്ങോട്ട് വിയർക്കാൻ തുടങ്ങി. അബൂ ജുഹൈനയുടെ മറുപടി കണ്ടപ്പോ നെറ്റിത്തട അങ്ങോട്ട് വിയർത്തു. നബിതങ്ങൾ എന്തോ ചരക്കുമായിട്ട് വന്നു, വിൽക്കാൻ വേണ്ടി വന്നു. അപ്പൊ അങ്ങോട്ട് കൊടുത്ത പൈസ കിട്ടൂല, അതുകൊണ്ട് വിയർത്തതല്ല. പിന്നെയോ ജിബ്രീൽ വരികയാണ്, ജിബ്രീൽ ഇറങ്ങാൻ. അള്ളാന്റെ ഖുർആൻ നിസ്കരിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്നതല്ല, തൗഹീദ് മാത്രം പഠിപ്പിക്കുന്നതല്ല. നിന്റെ തുണിക്കടയിൽ, നിന്റെ ചീനിക്കടയിൽ, നിന്റെ അരിക്കടയിൽ, നിന്റെ സ്വർണ്ണക്കടയിൽ, നിന്റെ മീൻകടയിൽ, നിന്റെ ഇറച്ചിക്കടയിൽ, നിന്റെ ഏതേത് ബിസിനസ് മേഖലകളായാലും ആ മേഖലകൾ നീ എങ്ങനെയാണ് അളവും തൂക്കവും നടത്തേണ്ടതെന്ന് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണ്. ഖുർആനെ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഖുർആൻ എന്ന് പറഞ്ഞാൽ തൗഹീദ് പഠിപ്പിക്കുന്നതാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ നിസ്കാരം ആണോ? അതും ആണ്. പക്ഷെ അത് മാത്രമാണോ? ഒരു മനുഷ്യന്റെ A to Z അടിമുടി എന്ന് പറഞ്ഞാൽ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ, പരമാണു മുതൽ പരലോകം വരെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇടപെടുന്നുണ്ട്. അല്ലേ? മനുഷ്യനായി ജീവിക്കാൻ പറ്റും ഖുർആൻ പഠിച്ചാൽ. ആദ്യത്തെ അധ്യായത്തിന്റെ പേരെന്താ? ഉറങ്ങിയ ഞാൻ ഉറങ്ങട്ടെ. ആദ്യത്തെ അധ്യായത്തിന്റെ പേര് ഫാത്തിഹ. അതിന്റെ അർത്ഥം പ്രാരംഭ അധ്യായം, ആമുഖം. ഏതൊരു പുസ്തകം എടുത്തു നോക്ക്, ഒരു ബുക്ക് എടുത്താൽ ആ ബുക്ക് മറിക്കുമ്പോ ആദ്യത്തെ പേജ് ആമുഖം, പ്രാരംഭ അധ്യായം. ആ ആമുഖം വായിച്ചറിയാം ഈ ബുക്കിനകത്ത് എന്താ ഉള്ളതെന്ന്. കൂടുതൽ വായിക്കണമെന്നില്ല, ആ ആമുഖം മാത്രം വായിച്ചാൽ മതി ഇതിനകത്ത് എന്താ ചർച്ച ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അതാണ് ഫാത്തിഹ. ഫാത്തിഹയിൽ എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത അധ്യായത്തിന്റെ പേരെന്താ? അൽ ബഖറ. അർത്ഥം പശു. പശു മൃഗമാണോ മനുഷ്യനാണോ ഇഴജന്തുവാണോ പറവയാണോ? എന്താണ്? മൃഗമല്ലേ? ഏറ്റവും അവസാനത്തെ അധ്യായത്തിന്റെ പേരേതാ? നാസ്. അർത്ഥം എന്താ? മനുഷ്യൻ. അപ്പൊ മൃഗത്തിൽ തുടങ്ങി മനുഷ്യനിൽ അവസാനിക്കുന്നു. സ്റ്റാർട്ട് മൃഗം, എൻഡ് മനുഷ്യൻ എന്നതിന്റെ അർത്ഥം എന്താ? ഖുർആൻ മുറുകെ പിടിക്കുന്ന ഒരാള് മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ്. അതാണ് ഖുർആന്റെ സൂചന. ഈ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്ത് തത്ഫീഫിന്റെ ആയത്ത് ഇറങ്ങുകയാണ്. അബൂ ജുഹൈന എന്ന് പറയുന്ന മദീനക്കാരനായ ബിസിനസ്സുകാരൻ, കച്ചവടക്കാരൻ, തൂക്കിയെടുക്കാൻ ഒരു തുലാസും തൂക്കി കൊടുക്കാൻ മറ്റൊരു തുലാസുമായി കച്ചവടം നടത്തുമെന്നറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ ജിബ്രീൽ മാലാഖ വന്നിട്ട് പറയുന്നു, വൈലുൽ ലിൽ മുത്തഫിഫീൻ الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون. അല്ലാഹു പറയുകയാണ്, അങ്ങോട്ട് കൊടുക്കുന്നതിൽ കുറവ് വരുത്തിയിട്ട് ഇങ്ങോട്ട് വാങ്ങുന്നതിൽ പൂർത്തീകരിച്ചെടുക്കുന്ന അബൂ ജുഹൈന, വൈലുൻ വൈലുൻ വൈലുൻ, നിനക്ക് നാശമാണ് മോനെ, നിനക്ക് നാശമാണ്. എന്താണ് നാശമെന്നറിയോ? നമ്മൾ പറയാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഴ പോലും പെയ്യുന്നില്ല. എന്താ മഴ പെയ്യാത്ത കാരണമെന്നറിയോ? നമുക്ക് 100 ന്യായങ്ങളാ. ചരിത്രം പഠിക്കുന്നവർക്ക് 1000 ന്യായങ്ങളാ. നിരീശ്വരവാദികൾക്ക് 1000 ന്യായങ്ങളാ. പക്ഷേ അല്ല പറഞ്ഞു, അള്ളാന്റെ ഹബീബിന്റെ നാവിലൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് അള്ളാന്റെ ഹബീബ് പറയുകയാണ്, മാ തഫിഫ ഖൗമുൻ കൈലൻ വലാ ബഖിസു മിസാനാ. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരു നാട് ഈ കൊളത്തൂപ്പുഴയിലെ കച്ചവട സ്ഥാപനങ്ങളിൽ, ഇവിടത്തെ ഏതെങ്കിലും മാർക്കറ്റിൽ തൂക്കിക്കൊടുക്കുന്ന കച്ചവടക്കാർ, അളന്നു കൊടുക്കുന്ന കച്ചവടക്കാർ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയ
അള്ളാന്റെ ഹബീബെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത 7 ആകാശങ്ങൾക്ക് മുകളിൽ സപ്തവാനങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന അറിയിപ്പല്ലാതെ അവിടത്തെ ചെഞ്ചുണ്ടുകളിൽ നിന്ന് പുറത്തു വരാത്ത അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഇല്ലാ മനഅഹുമുല്ലാഹുൽ ഖത്റ, അവിടെ മഴ പെയ്യൂല, അവിടെ മഴ പെയ്യൂല. ഈ ഹദീസ് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഉസ്താദേ മുണ്ടക്കൈയിൽ സംഭവിച്ചത് മഴയല്ലേ, ചൂരൽമലയിൽ സംഭവിച്ചത് മഴയല്ലേ, അതുപോലെ വെള്ളാർമലയിൽ സംഭവിച്ചത് മഴയല്ലേ, പുത്തുമലയിൽ സംഭവിച്ചത് മഴയല്ലേ, കവളപ്പാറയിൽ സംഭവിച്ചത് മഴയല്ലേ, എല്ലായിടത്തും മഴയല്ലേ പ്രശ്നം? മഴയ്ക്ക് വല്ല കുറവുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരു സമൂഹം, അവർക്ക് മഴ അല്ലാഹു നിഷേധിക്കുമെന്നാ. അതിന്റെ അർത്ഥം എന്താ? തീരെ മഴ പെയ്യൂല എന്നല്ല, മഴ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളൊന്നും ഉണ്ടാവൂല. എന്താ മഴ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ? അൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാത്തിൻ അൽഫാഫ. ഇതാണ് മഴ കൊണ്ടുള്ള ഗുണങ്ങൾ. അൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, ആകാശം എന്ന ഭർത്താവിന്റെ ബീജത്തുള്ളിയായ മഴത്തുള്ളികൾ ഭൂമിയാകുന്ന ഭാര്യയുടെ ഗർഭാശയത്തിൽ വരുമ്പോ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതൻ വജന്നാത്തിൻ അൽഫാഫ, ഇവിടെ സസ്യലതാദികളും ഇവിടത്തെ വൃക്ഷലതാദികളുമാകുന്ന സന്താനങ്ങളെ നൊന്തു പ്രസവിക്കുന്നു ഭൂമി എന്ന ഉമ്മ. ലേ ഈ മഴ കൊണ്ടിപ്പോ സസ്യങ്ങൾ മുളയ്ക്കുകയല്ല ചെയ്യുന്നത്, വലിയ വലിയ ഭീമാകാരമായ മരങ്ങൾ ഒടിഞ്ഞ് മനുഷ്യന്റെ തലയിൽ വീണിട്ട് 100 കണക്കിന് മയ്യത്തുകൾ ഇന്നും കണ്ടിട്ടില്ല. ഇതല്ലേ സംഭവിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മഴ കൊണ്ടുണ്ടാകേണ്ട ഗുണം ഉണ്ടാവൂല, അല്ലാതെ മഴ പെയ്യൂല എന്നല്ല. മഴ എന്താ നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവൂല. എന്താ തെറ്റ്? ഒരൊറ്റ തെറ്റ്, നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തി. അതിൽ ഞങ്ങൾ ഒരു 1/2 ഗ്രാമല്ലേ കുറവ് വരുത്തുന്നുള്ളൂ. അതാ ചിലരുടെ പറച്ചില്. നമ്മൾ പറയാണ്, ഇപ്പൊ ഞാന് ഒരു എന്തെങ്കിലും ഒരു പഞ്ചസാരയോ അല്ലെങ്കിൽ അരി കച്ചവടം നടത്തുന്ന ആളാ, അരി തൂക്കി കൊടുക്കുമ്പോ 2 കിലോ 5 കിലോ 3 കിലോ അരിക്കൊക്കെ വന്ന് നിൽക്കുമ്പോ ഞാൻ ഒരു പിടിയുടെ അളവിന് മാറ്റാൻ തുടങ്ങി. ഈ വാങ്ങിക്കൊണ്ടുപോകുന്ന ആരും കൊണ്ടുപോയിട്ട് തൂക്കി നോക്കാറില്ല. ഈ ഓരോ പിടി വെച്ച് ഞാൻ 10 പേരെന്ന് മാറ്റി. ഞാൻ എന്തിനാ ചെയ്യുന്നത്? എന്റെ മകളെ കെട്ടിക്കണം, എന്റെ മോൻ അഡ്മിഷൻ വേണം, എന്റെ ഭാര്യയെ ചികിത്സിക്കണം, എനിക്ക് ഇനിയും എഴുതിയെടുക്കാൻ വസ്തുക്കളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് മിച്ചം പിടിച്ചില്ലെങ്കിൽ, ഇങ്ങനെയൊക്കെ ജീവിച്ചില്ലെങ്കിൽ എനിക്ക് കരപറ്റാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്, പടച്ചോൻ അങ്ങ് പൊറുക്കും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്താണെന്നറിയോ? നീ എന്തിനു വേണ്ടിയിട്ടാ ഈ ഒരു പിടി അരി വീതം മാറ്റിയത്? അല്ലെങ്കിൽ അളവിൽ കുറവ് വരുത്തി എന്തിനു വേണ്ടിയിട്ടാണ്? നീ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നിനക്ക് സംഭവിക്കാൻ പോണ പ്രശ്നം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വലം യൻഖുസുൽ മിക്യാല വൽ മീസാന ഇല്ലാ ഉഖിദൂ ബിസ്സിനീൻ. കൊളത്തൂപ്പുഴയിൽ കച്ചവടത്തിൽ കാപട്യം കാണിക്കുന്നവര്, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരുണ്ടായ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇവിടെ മഴയില്ലാതിരിക്കുമെന്ന് മാത്രമല്ല, റസൂൽ തങ്ങൾ പറയുകയാണ്, ഹാക്കിമിന്റെ ഹദീസിൽ കാണാൻ കഴിയുന്നത്, അവർക്ക് അല്ലാഹു ക്ഷാമം കൊടുക്കുന്നതാ, അല്ലാഹു ക്ഷാമം കൊടുക്കുന്നതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തീരുന്നില്ല. വല്ലാത്ത ചെലവല്ല കൊടുക്കുന്നതാണ്. ചെലവ് കൂടുതലാ. നമ്മുടെ പരിപോധല്ലേ, ചെലവ് കൂടുതലാ. 500 എടുത്ത് പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും ഒരു ചെറിയ കിറ്റും വാങ്ങി വരുമ്പോൾ 500 തീർന്നു. പണ്ട് 100 മതിയായിരുന്നു ജീവിക്കാൻ. ഇപ്പൊ 500 ഉണ്ടെങ്കിലും പറ്റുന്നില്ല. പറ്റാത്തത് എന്താണ്? അന്നില്ലാത്ത പ്രശ്നം ഇന്നുണ്ട്. അത് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തലാണ്. അള്ളാഹു നിനക്ക് വല്ലാത്ത ചെലവങ്ങ് കൂട്ടിത്തന്നു, ചെലവങ്ങ് കൂട്ടിത്തന്നു, നിനക്ക് ക്ഷാമം തന്നു. ഇത് രണ്ടിനും അപ്പുറത്ത് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വജൗറു സുൽത്താനി അലൈഹിം, നിന്നെ ഭരിക്കുന്ന ഭരണാധികാരികളും മനുഷ്യത്വം നഷ്ടപ്പെട്ടവരാക്കി കളഞ്ഞു. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസ്. നമ്മൾ പറയാണ്, അവരങ്ങനെ ഭരിക്കുന്നു, ഇങ്ങനെ ഭരിക്കുന്നു, ബീഡിക്ക് വില കൂട്ടുന്നു, സിഗരറ്റിന് വില കൂട്ടുന്നു, മദ്യത്തിന് വില കൂട്ടുന്നു. ഇന്നൊക്കെ നമ്മൾ ഇങ്ങനെ സങ്കടപ്പെടുന്നു. എന്താ നമ്മളാ കാരണം?
ഈ ഭരണാധികാരികൾക്ക് അവസ്ഥ, അക്രമത്തിന്റെ വാസന. ആ നിലയിൽ അല്ലാഹു തആല അടിമകളെ പരീക്ഷിക്കാൻ അല്ലാഹുവിന്റെ ഈ ഭൂമി ലോകത്തെ ശിക്ഷ എന്താണെന്നറിയോ? ആഖിറത്തിന്റെ അവിടെ നിൽക്കട്ടെ, പറയാം. ഭൂമി ലോകത്തെ ശിക്ഷ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് നിന്റെ ക്ഷാമം, നിന്റെ ചെലവ് അധികരിപ്പിക്കും. നിന്നെ ഭരിക്കുന്ന ഭരണാധികാരികളെ കൊണ്ട് നിന്നെ ഒക്കെ വരപ്പിക്കും. ഭരണാധികാരികൾ വിടൂല, ഓരോ നിയമങ്ങളെ കൊണ്ടുവരും. അസം സർക്കാർ ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് അസമിലെ MLA-മാർക്ക് ജുമഅ നിസ്കരിക്കാൻ പെർമിഷൻ റദ്ദാക്കി. ആലോചിച്ചു നോക്കൂ. പാവപ്പെട്ട 208 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതോ 108 ആളുകൾ, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട നാഥന്മാർ, മക്കൾ, ഭർത്താക്കന്മാർ വണ്ടിയിൽ കയറിയിട്ട് അവരൊരുക്കിയിരിക്കുന്ന ജയിലുകളിലേക്ക് പോകുന്നു. പൗരത്വം തെളിയിക്കാൻ കഴിയുന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് ഭരണാധികാരികളുടെ അക്രമം പെരുകിക്കൊണ്ടിരിക്കുമ്പോ അതിനുള്ള കാരണം നമ്മൾ വേറെ അന്വേഷിക്കണ്ട. നിന്റെ നാട്ടിലെ കടയിൽ ചെന്നിട്ട് നീ ഒന്ന് പരിശോധന നടത്ത്. അവിടെ ആ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന സമ്പ്രദായമുണ്ട്. നിസ്സാര കാര്യമല്ല.